ഇന്ത്യ UK വ്യാപാര കരാറിന് അംഗീകാരം. കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറും ഒപ്പുവച്ചു. 6 ബ്രിട്ടീഷ് സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്കും കാപ്പിക്കും തേയിലയ്ക്കും UK തീരുവ ഒഴിവാക്കും. ചരിത്രപരമായ ദിവസമെന്ന് പ്രധാനമന്ത്രി. भारत के युवाओं, किसानों, मछुआरों और MSME सेक्टर के लिए यह समझौता विशेष रूप से लाभकारी सिद्ध होगा। वहीं दूसरी ओर भारत के लोगों और इंडस्ट्री के लिए यूके में बने प्रोडक्ट्स जैसे मेडिकल डिवाइसेस और एरोस्पेस पार्ट्स सुलभ और किफायती दरों पर उपलब्ध हो सकेंगे. ജീന മട്ടന്നൂർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജീന, ചരിത്രപരമായ ദിവസം എന്നാണ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു കരാർ, ഇതിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇതിലായിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെ? അമൃത, തീർച്ചയായും ഇന്ത്യ UK ബന്ധത്തിൽ ചരിത്രപ്രധാനമായ ദിവസമാണ് ഇതെന്നാണ് നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏറെ നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഇങ്ങനൊരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ സാധിച്ചത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇരു പ്രധാനമന്ത്രിമാരും തമ്മിലുള്ള നിർണായകമായ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യയുമായി ഇത്തരത്തിലൊരു കരാർ ഒപ്പുവെക്കുന്നത്. അതേസമയം തന്നെ US-ഉമായുള്ള വ്യാപാര കരാറിൽ ചില അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യ UK-യുമായി ഇത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇനി അമൃത സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ മേഖലകളിലാണ് ഇത് ഗുണം ചെയ്യുക എന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും മോദി പറയുന്നത് ഇന്ത്യയിലെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ഇടത്തരം വ്യവസായികൾ ഇവർക്കൊക്കെ ഈ കരാർ ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാർ എന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. കയറ്റുമതി മേഖലയ്ക്ക് ഊർജ്ജമാവുന്ന വ്യാപാര കരാർ ഉണ്ട് എന്നാണ് ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനം, ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് എന്നിവയ്ക്ക് തീരുവ ചുമത്തില്ല എന്നുള്ള തീരുമാനം വരുന്നുണ്ട്. ഒപ്പം ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും എന്നുള്ള നിർണായകമായ തീരുമാനം വന്നിട്ടുണ്ട്. അതായത് കരാർ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങൾക്കും UK നികുതി ഒഴിവാക്കും. അതേസമയം തന്നെ UK-യിൽ നിന്നുള്ള 90% ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും നികുതി കുറയ്ക്കും എന്നുള്ളതാണ് തീരുമാനം. ഇത് ബ്രിട്ടന്റെ വിജയമാണ് കരാർ എന്നാണ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ പറഞ്ഞത്. ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ്, ലെതർ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഈ കരാറിൽ കാര്യമായ ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ UK-യിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിസ്കി, ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇന്ത്യയിൽ വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം ഈ കരാറിന് പിന്നാലെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലെ 6 സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാനുള്ള അതിനുള്ള അനുമതി ഇന്നത്തെ ഈ കരാറിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അതിൽ ഒരു സർവകലാശാലയ്ക്ക് ക്യാമ്പസ് തുടങ്ങാനുള്ള പെർമിഷൻ ഇതിനോടകം തന്നെ ഡൽഹി ലഭിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള ചില ചർച്ചകളിൽ വന്നത് പ്രധാനമായും പെഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്നത്തെ ഇരു പ്രധാനമന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയിൽ നിർണായക വിഷയമായിരുന്നു. ഭീകരവാദത്തിന് എതിരെ ഇന്ത്യക്കൊപ്പം നിന്നതിന് UK-യോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അഹമ്മദാബാദ് വിമാന അപകടം ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയതിനു ശേഷം UK-യിൽ ഇപ്പോൾ ഉൾത്താവളമായി കരുതിയിരിക്കുന്ന നീരവ് മോദി, വിജയ് മല്യ അടക്കമുള്ള ആൾക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്താമെന്നുള്ള ഒരു സുപ്രധാനമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മോദി ഇന്ന് പറഞ്ഞത്. അമൃത. ശരി, ജീന മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. BK സുഹൈൽ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ഇന്നത്തെ ഈ ഒരു കരാർ, ഈ ഒരു തീരുമാനങ്ങൾ, ഇത് ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം ഗുണകരമാകും, എത്രത്തോളം നിർണായകമാണിത്? അമൃത, ഈ കരാർ പ്രകാരം ബ്രിട്ടനിലേക്കുള്ള 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. അതേപോലെ തന്നെ ബ്രിട്ടന്റെ 90% ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറയും. അത് സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ വളർച്ച തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, അതേപോലെ തന്നെ വാഹനങ്ങളുടെ ഘടകങ്ങൾ തുടങ്ങിയവയുടെ കാര്യത്തിലാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കും. എന്നിരുന്നാലും ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകുമ്പോഴും ഈ കരാർ ഒരു പ്രാബല്യത്തിൽ വരണമെങ്കിൽ 2 രാജ്യങ്ങളുടെയും പാർലമെന്റുകളുടെ അംഗീകാരം കൂടി ആവശ്യമാണ്. അതിന് ഇനിയും കാലതാമസം എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത വർഷം ആകുമ്പോഴേക്കെങ്കിലും മാത്രമേ ഇത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. UK-യിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ തീരുവ ഉദാഹരണത്തിനെടുക്കുകയാണെങ്കിൽ നിലവിലെ 100%-ൽ നിന്ന് അത് 10%-ആയി ഇന്ത്യക്ക് കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള ഒരു നേട്ടം. അതേപോലെ തന്നെ ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി സ്കോച്ച് വിസ്കിയുടെ ഇറക്കുമതി ചുങ്കം 150%-ൽ നിന്നും അത് 75%-ആയി
കുറയും. അത് കഴിഞ്ഞ കുറെ കാലത്തെ നേട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 40% വരുന്ന ഒരു കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയും UK തമ്മിൽ പല വിഷയങ്ങളിലും നിർണായകമായിട്ടുള്ള പല തർക്കങ്ങളും ഈ ഒരു വ്യാപാര കരാറിലേക്കൊരു ഫ്രീ ട്രേഡ് ഡീലിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ കുറെ വർഷങ്ങളായി നടക്കുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായിരുന്നാലും നരേന്ദ്രമോദി ലണ്ടനിലെത്തിയപ്പോൾ ഊഷ്മളമായ സ്വീകരണത്തോടൊപ്പം തന്നെ ഈ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ കൂടി സാധിച്ചിരിക്കുന്നു എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു നേട്ടമായി ഉയർത്തിക്കാട്ടുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ബ്രെക്സിറ്റിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കരാറായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഏഷ്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു രാജ്യവുമായി നടത്തുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാർ എന്നും നമുക്കിതിനെ വിളിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും US-ഉമായിട്ടടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിലാണ് UK-യുമായി ഈ കരാറിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ നിർണായകമായിട്ടുള്ള ഒരു പ്രാധാന്യം. ശരി, BK സുഹൈലും ജിന മട്ടന്നൂരുമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.